ഹലോ, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് ഡബിൾ കാ മീട്ട ഉണ്ടാക്കാം. അതിനായി 8 സ്ലൈസ് ബ്രെഡ് അരികുവശം നീക്കം ചെയ്ത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1/2 കപ്പ് നെയ്യ്, 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് നുറുക്കിയത്, 8 9 കാർഡമം തൊലി നീക്കിയത്, 1 കപ്പ് പാല്, 2 പാക്കറ്റ് എവരിഡയുടെ 10 രൂപയുടെ പാൽപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഡബിൾ കാ മീട്ട ഉണ്ടാക്കാനായി ആവശ്യമുള്ളത്. ഇനിയും ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് മീഡിയം തീയിൽ ചൂടാകാനായി അനുവദിക്കുക. അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ ബ്രെഡിൻ്റെ കഷ്ണങ്ങളിട്ട് വറക്കാം. ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്കാകുമ്പോൾ കോരി മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇരുന്ന് വീണ്ടും ബ്രെഡ് മൂക്കാനായി സാധ്യതയുണ്ട്. മുഴുവൻ ബ്രെഡുകളും ഈ നെയ്യിൽ വറുത്ത് കോരി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന നെയ്യിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിട്ട് വറുത്ത് ഗോൾഡൻ കളറിലേക്കാക്കി മാറ്റി വയ്ക്കാം. ഇവ നമുക്ക് ഗാർണിഷിങ്ങിനായി ഉപയോഗിക്കാം. ഇതേ ചീനച്ചട്ടിയിൽ നെയ്യ് അളന്ന മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. എടുത്തു വെച്ച പഞ്ചസാരയുടെ 80% ഇടുക. പാൽപ്പൊടി 2 പാക്കറ്റും പൊട്ടിച്ചിടുക. അതിലേക്ക് എടുത്തു വെച്ച പാലും ഒഴിക്കുക. നല്ല രീതിയിൽ ഒരു സ്പാച്ചുല കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. പാൽപ്പൊടി ആയതുകൊണ്ട് കട്ട കെട്ടാൻ സാധ്യതയുള്ളതിനാൽ നല്ല രീതിയിൽ ഇളക്കുക. ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനിയും നമുക്ക് തീ ഓൺ ചെയ്യാം. ഇതേ സമയം ഒരു മിക്സിയുടെ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കാർഡമവും ഇട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം. ഈ പൊടിയും ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യണം. വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിവെക്കാം. വലിയ ഫ്ലെയിമിൽ കിടന്ന് പാൽ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ മുഴുവനായി ഇതിലേക്ക് ആഡ് ചെയ്യണം. അന്നേരം തീയൊന്ന് കുറച്ച് വയ്ക്കാം. പാലും ബ്രെഡുമായി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിവെക്കാം. പാല് തിളച്ച് പറ്റാറാകുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മൾ ഗാർണിഷിങ്ങിനായി എടുത്തു വെച്ച കാഷ്യൂനട്ടിൽ നിന്നും ഒരു കുറച്ച് ഭാഗം ഇതിലേക്കിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിക്കാം. കാരണം ബ്രെഡ് ഇപ്പോൾ വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ പതുക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പ്രസൻറ്റ് ചെയ്യാനായി ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിതിനെ ചൂടോടെ മാറ്റാം. ഇനിയും ബാക്കിയിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൊണ്ട് ഇതിനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഗാർണിഷ് ചെയ്ത് ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ സെർവ് ചെയ്യുന്നതിനും തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതിനും പറ്റിയ ഒരു ഡെസേർട്ടാണ് ഇത്. ഏത് ഒക്കേഷനും നമുക്ക് ധൈര്യമായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വാനിലയുടെ ഐസ്ക്രീമും കൂടെ പ്രൊവൈഡ് ചെയ്താൽ കൂടുതൽ രുചികരമായ ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് തിളങ്ങാൻ സാധിക്കും. ഞാനിത് വിൽക്കുമ്പോൾ 1/2 കിലോയായിട്ട് വിൽക്കാനായിട്ടുണ്ടാക്കുന്ന മെഷർമെൻറ്റ്സാണ് ഇപ്പോൾ നിങ്ങൾക്കായി നൽകിയത്. ഇത് എൻ്റെ റെസിപ്പിയാണ്, അല്ല ഒരു ഒത്തൻറ്റിക് റെസിപ്പി എന്ന് പറയുന്നത് കൂടുതൽ ചിലവുള്ളതിനാൽ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.